ഡിലൈറ്റ് ഐഡന്റിറ്റി എന്നതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ആദ്യമായി നമ്മൾ ഐഡന്റിറ്റി എന്താണ് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓരോ വ്യക്തിയും അതുപോലെ വ്യക്തികളുടെ സംഘങ്ങളും ഇവർക്കൊക്കെ സ്വന്തമായ വ്യക്തിത്വമുണ്ട്, തിരിച്ചറിയുന്നതിന്റെ സവിശേഷതകളുണ്ട്. ഓരോരുത്തരും ഓരോ സംഘവും തങ്ങളുടെ സവിശേഷതകളും വ്യക്തിത്വവും തനിമയും ഒക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് ഐഡന്റിറ്റി, വ്യക്തിത്വം എന്നൊക്കെ വിളിക്കാം. ഇപ്പോൾ ആധുനിക ലോകക്രമത്തിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് വ്യക്തിത്വം എന്നുള്ളത്. അത് ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇവിടെ ഒരു സാംസ്കാരിക കൊളോണിയലിസം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിനെയും ഒറ്റ സംസ്കാരത്തിലേക്ക്, ഒറ്റൊരു വാർപ്പ് മാതൃകയിലേക്ക് മാറ്റിക്കെട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പാശ്ചാത്യ സംസ്കാരങ്ങളും അതുപോലെ തന്നെ പാശ്ചാത്യ മാതൃകകളൊക്കെ ഇപ്പോൾ സമൂഹം എല്ലാവരും അതാണ് ശരി, അല്ലെങ്കിൽ അതാണ് ഉയർന്ന ഒരു സംസ്കാരം എന്ന ഒരു ചിന്തയിലേക്ക്, ഒരു അധമ ചിന്തയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും തരത്തിലുള്ള ഒരു അധമബോധം സമൂഹത്തിൽ പടച്ചുവിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഈ ഒരു യാഥാർത്ഥ്യത്തെ സമൂഹം തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ യുവാക്കളിൽ അവരുടെ ഒരു വസ്ത്രധാരണ പോലും ഒരു പാശ്ചാത്യൻ മാതൃകയിലേക്ക് മാറി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന്റെ ഒരു ഭവിഷ്യത്ത് എന്നുള്ളത് നമ്മുടെ കുട്ടികൾ മുതൽ വലിയവരിലേക്ക് വരെ അത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അവര് പാശ്ചാത്യൻ ജനങ്ങളുടെ ഒരു സൗന്ദര്യത്തിന്റെ രൂപത്തിലേക്ക് എത്താൻ വേണ്ടി അത്തരത്തിലുള്ള അതിനുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഓരോ കുട്ടികളും ജനിച്ചു വീഴുന്നത് ഓരോ വ്യത്യസ്തമായ ഐഡന്റിറ്റിയിലാണ്. അവരൊക്കെ വ്യത്യസ്തമായ മേഖലയിലേക്ക് എത്തിപ്പെടേണ്ട ആളുകളുമാണ്. പക്ഷേ നേരെ മറിച്ച് മാതാപിതാക്കളും അധ്യാപകരും ട്യൂഷൻ സെന്ററുകളും സ്കൂളുകളൊക്കെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് കാരണം വിദ്യാർത്ഥികൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് എത്തിപ്പെടാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം കരിയർ പണത്തിന് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ അഭിരുചിയെ ഉണർത്തുകയല്ലേ ചെയ്യുന്നത്, നേരെ മറിച്ച് അവരുടെ ഉന്നതി എത്തുന്നതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ലോകതലത്തിൽ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാര്യമായി പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങളും അപരവൽക്കരണങ്ങളും കൂടുതലായി നമുക്കിന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മുസ്ലിം വേഷങ്ങൾ, അവരുടെ സാംസ്കാരിക ചിഹ്നങ്ങൾ, അവരുടെ വേദഗ്രന്ഥം, അവരുടെ മതപരമായ ഐഡന്റിറ്റി ഒക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അഫ്ഗാനിലെയും അതുപോലെ തന്നെ ഫലസ്തീനിലെയും ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ നേരിടുന്ന അതിക്രമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം മുസ്ലിം ഐഡന്റിറ്റി ഒരു പ്രശ്നമാണ്, അത് നിലനിൽക്കാൻ പാടില്ല എന്ന് ആണ് ഇന്നത്തെ ആധുനിക മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ അതൊരു കുറ്റകൃത്യം എന്നതിലുപരി അതൊരു മതത്തിന്റെ പ്രശ്നമാണ് എന്നതിലേക്ക് മാറ്റി തിരുത്തുകയാണ്. അത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള ഈ ഒരു മതത്തിന്റെ ആ ഒരു ഐഡന്റിറ്റി നിലനിൽക്കേണ്ടതല്ല, ഒരു കുറ്റവാളികളാണ് എന്നൊരു രൂപത്തിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന രൂപത്തിൽ സംസാരങ്ങളെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ നവകാലത്ത് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഈയിടെയായിട്ട് ഒരു വീഡിയോ പ്രചരിക്കുകയുണ്ടായി. 63 മദ്രസ വിദ്യാർത്ഥികൾ, തീവ്രവാദ പഠനത്തിന് പോകുന്ന മദ്രസ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നു എന്നൊരു അടിക്കുറിപ്പോടുള്ള ഒരു വീഡിയോ. യഥാർത്ഥത്തിൽ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്നാൽ മഹാരാഷ്ട്രയിലെ പുനെയിലേക്ക് വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ, അവിടെ അധ്യാപകരുടെ യഥാർത്ഥത്തിലുള്ള രേഖകളില്ലാത്ത കാരണത്താൽ പോലീസ് അവരെ വിളിക്കുകയും അവിടെ തിരിച്ചു പോകാൻ പറയുകയും അവരുടെ രക്ഷിതാക്കളിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്നുള്ളത് തീവ്രവാദ പഠനത്തിന് പോകുന്ന 63 മദ്രസ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്ന രൂപത്തിൽ ക്യാപ്ഷനോടെ വ്യാപകമായിട്ട് ആ വീഡിയോ പ്രചരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ മുസ്ലിങ്ങൾ ഒരു പ്രശ്നക്കാരാണ്, ആ മതം ഒരു പ്രശ്നക്കാരാണ് എന്ന രൂപത്തിലേക്ക്, ആ ഐഡന്റിറ്റി ഒരു പ്രശ്നമാണ്, അതിവിടെ വളർത്തിയെടുക്കേണ്ടതല്ല എന്ന രൂപത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം ഒരു കേസിൽ പിടിക്കപ്പെട്ടാൽ അദ്ദേഹം വലിയൊരു കുറ്റവാളിയായി മാറുന്ന ഒരു അവസ്ഥയാണ്, സോഷ്യൽ മീഡിയയിലൂടെ മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നേരെ മറിച്ച് ആ ഒരു വിഷയം തന്നെ വേറൊരു വ്യക്തിയിലേക്ക് കേസ് മാറുകയാണ്, ഒരു മുസ്ലിമിലേക്ക്, അഥവാ മുസ്ലിം അല്ല ആ കുറ്റകൃത്യം ചെയ്തത് എന്ന് തെളിയിക്കപ്പെടുകയും മറ്റൊരു വ്യക്തിയിലേക്ക്, അമുസ്ലിമായ വ്യക്തിയിലേക്ക് ആ ഒരു വിഷയത്തെ, ആ ഒരു കുറ്റകൃത്യത്തെ മാറുകയും ചെയ്യുമ്പോൾ ആ ഒരു അമുസ്ലിമായ വ്യക്തി ഒരു മെന്റലി പ്രോബ്ലമുള്ള ഒരാളായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ പൊതുവായിട്ട് കാണപ്പെടുന്നത്.
ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ വ്യക്തിത്വത്തെ, ഐഡന്റിറ്റിയെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സമൂഹം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ LGBT വർക്കേഴ്സ് ആയാലും അതുപോലെ തന്നെ സെക്സ് വർക്കേഴ്സ് ആയാലും അവരൊക്കെ അവരുടെ ഐഡന്റിറ്റി അത് ശരിയാണ്, ആ ധാർമ്മികമായിട്ടുള്ള ഐഡന്റിറ്റി ശരിയാണ്, അതിനെ ഉയർത്തിപ്പിടിക്കണം എന്ന രൂപത്തിലേക്ക് സമൂഹത്തിൽ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല RSSകാർ പോലും, കർഷകരും സ്വയം സേവക സംഘടനയൊക്കെ പറയുന്നത് ഹിന്ദുത്വ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കണമെന്നാണ്. അപ്പോൾ ഐഡന്റിറ്റി എന്ന ഒരു പദം കൂടുതലായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുമ്പോൾ പിൻവാതിയിലൂടെ ഒരുപാട് ദുഷ്ടശക്തികൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ പാരമ്പര്യ മൂല്യബോധങ്ങൾക്ക് എതിരായിരിക്കരുത് ഒരിക്കലും ഐഡന്റിറ്റി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വഴികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ നമ്മൾ ഇന്നത്തെ ഐഡന്റിറ്റി ക്രൈസിസുകൾ നമ്മൾ നേരിടേണ്ടത് ഐഡന്റിറ്റി മറച്ചു പിടിച്ചുകൊണ്ടാവരുത്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളാവട്ടെ മറ്റ് ന്യൂനപക്ഷങ്ങളാവട്ടെ ഈ ഒരു ക്രൈസിസ് നേരിടുന്ന ഏത് വിഭാഗവും പലയിടത്തു നിന്നും സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെക്കാനുള്ള ഒരു പ്രവണത കാണിക്കാറുണ്ട്. അത് ശരിയല്ല. മറിച്ച് സ്വന്തം ഐഡന്റിറ്റിയിൽ അഭിമാനിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇതിന്റെ പരിഹാരം. കൂട്ടത്തിൽ നമ്മുടെ മൂല്യങ്ങളും പാരമ്പര്യ ആദർശങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുകയും സമൂഹത്തെ നശിപ്പിക്കുന്ന ഐഡന്റിറ്റികൾക്ക് വളർന്നു വരാൻ ഒരിക്കലും അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ പറയാനുള്ളത്.